അല്ല സന്ദീപേ, അത് കൈവശം വച്ചാൽ മതി. താങ്കൾ പിടിച്ച കാവിക്കൊടി നിറം മാറിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ അധികം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഈ ഇപ്പൊ 35 സീറ്റേ ഉള്ളൂ, അതുകൊണ്ട് CPM അങ്ങ് മിണ്ടാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അതിന് മടക്കി 4 മടക്കി പോക്കറ്റിൽ വെച്ചോ. ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, അഭിപ്രായം പറയും, കൃത്യമായിട്ട് ഉയർന്നു വരുന്ന ഓരോ വിഷയത്തിലും അന്തസ്സോടെ നിലപാട് പറയും. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ 2500 രൂപ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ അംഗീകരിച്ചു കൊടുത്തോ? 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തോ? അങ്ങനെയാണോ പദ്ധതികൾ ആവിഷ്കരിക്കുക? ഇതിൽ തന്നെ 21,000 രൂപ ആദ്യ ക്യാബിനറ്റിൽ അനുവദിക്കുമെന്ന് പറഞ്ഞല്ലേ അങ്ങനെ എനിക്ക് അയച്ചു തന്നത്? അതിന് മുകളിൽ പച്ച മലയാളത്തിൽ നിങ്ങളുടെ സൈബർ സഖാക്കൾ എഴുതി വെച്ചതല്ലേ 21,000 രൂപ എന്ന് വി.ഡി. സതീശൻ പറയുന്നതുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് വാഷ് ഇവിടെ ഒരു വൈറ്റ് വാഷില്ല. നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു മാധ്യമങ്ങൾ വൈറ്റ് വാഷ് ചെയ്യുന്ന, മറ്റുള്ളവർ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു വൈറ്റ് വാഷ് ചെയ്യുന്ന. ആ നിലയ്ക്ക് അധിക്ഷേപിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങൊരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവ് അങ്ങാണ് പറയേണ്ടത്. ആദ്യത്തെ ക്യാബിനറ്റിൽ ആ കാര്യം പരിഗണിക്കുമെന്ന് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് പരിഗണിച്ചിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ എന്റെ തിരിച്ചു ചോദ്യം ഇതാണ്: 2500 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വർദ്ധിപ്പിച്ചോ? ഇനി അഥവാ 2000 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ അത് ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് വർദ്ധിപ്പിച്ചതല്ല. വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും ആലപിച്ചതിനെതിരെയാണല്ലോ റിയാസിന്റെ വിമർശനം. അത് CPM ഉന്നയിച്ചിട്ടുണ്ടോ തമിഴ്നാട്ടിൽ? ഇല്ലല്ലോ. തമിഴ്നാട്ടിൽ CPM അങ്ങനെ വിമർശനം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ ഇല്ലാത്ത വിമർശനം തമിഴ്നാട്ടിൽ അവർ കൂടി പങ്കാളിയായിട്ടുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആലപിക്കപ്പെട്ട അതേ വരികൾ ഇവിടെ ആലപിക്കപ്പെട്ടപ്പോൾ അത് വിവാദമാക്കുന്നതിന് പുറകിൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് RSSുമായി ചേർന്ന് അതിന്റെ അജണ്ടകൾ മുഴുവൻ കേരളത്തിൽ നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു ഇവർ. അതിനുള്ള തിരിച്ചടിയാണല്ലോ കിട്ടിയത്. ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ ആരുടെ ആശംസാ സന്ദേശം വായിച്ചിട്ടാണ് പിണറായി വിജയൻ കൊളമേറിക്കൊണ്ടത്? നിങ്ങൾ ഏതെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രി ആശംസാ സന്ദേശമാണോ വായിച്ചത്? അല്ലല്ലോ. യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വായിച്ച് അതിൽ ആവേശം കൊണ്ട ആളുകളൊക്കെയാണല്ലോ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നത്. നിങ്ങൾ എന്തായാലും ഞങ്ങളെ കാര്യം ഇതിൽ വളരെ ക്ലിയർ ആണ്. ഈ സംസ്ഥാനത്തും രാജ്യത്തും സംഘപരിവാറിന്റെ ആശയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങൾ അംഗീകാരം വാങ്ങി അധികാരത്തിൽ വന്ന് 24 മണിക്കൂർ പിന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ വാക്കു പാലിക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ ഇവിടെ കാലിയാക്കി പോയിട്ടൊരു ഖജനാവുണ്ട്, അത് നിറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് നുണയാണ്, പച്ച കള്ളമാണ് എന്ന് ഞാൻ പറയട്ടെ. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള തമിഴ്നാട്ടിലെ CPMന്റെ പ്രസ്താവന ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. തമിഴ്നാട്ടിലും കൃത്യമായിട്ടുള്ള പ്രതിഷേധം CPM രേഖപ്പെടുത്തിയിരുന്നു. UDF-ലെ മുഴുവൻ നേതാക്കന്മാരും അത് ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കേന്ദ്ര ഗവൺമെന്റ് കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. എനിക്കൊന്ന് CPMൽ 2 പക്ഷമുണ്ട്. തോറ്റു എന്ന് അംഗീകരിക്കുന്നവരും ഞങ്ങൾ തോറ്റിട്ടില്ല, ജനങ്ങളാണ് തോറ്റത് എന്ന് വിശ്വസിക്കുന്നവരും. അതിൽ ജനങ്ങളാണ് തോറ്റത് എന്ന് വിശ്വസിക്കുന്ന വർഗ്ഗത്തിൽപ്പെട്ട ഒരാളുകളാണ്, ഭാഗത്തിൽപ്പെട്ട ആളാണ് അരുൺകുമാറിനെ പോലുള്ളവർ. എൻ്റെ പ്രിയ സുഹൃത്ത് അരുൺകുമാറിനൊക്കെ CPM തോറ്റു എന്ന് വിശ്വസിപ്പിക്കാനാണ് വലിയ പ്രയാസം. അവരിപ്പോഴും കുറ്റം മുഴുവൻ ജനങ്ങളുടെ തയ്യിൽ വെക്കുകയാണ്. അരുൺകുമാറിനൊന്നും ആ തോറ്റത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ മുഖഭാവവും ശരീരഭാവവും ഭാഷയും കണ്ടാലറിയില്ലേ? ഇപ്പോഴും 10 വർഷത്തെ ധാർഷ്ട്യവും ധിക്കാരവും കലർന്ന അതേ രീതിയിലല്ല ഇപ്പോഴും പെരുമാറുന്നത്. നിങ്ങളൊന്ന് താഴേക്ക് വാ, നിങ്ങളൊന്ന് ആകാശത്ത് താഴേക്ക് വാ. നിങ്ങളെ തോൽപ്പിച്ചു ജനം, നിങ്ങളെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരം നൽകിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന് നൽകി ഞാൻ പറയാം, ഇനി CPMന് കേരളത്തിൽ ഒരു തിരിച്ചുവരവില്ല ശശി എന്നാണ് എനിക്ക് അവർ പറയുന്നത്. ഇനി തിരിച്ചുവരവില്ല. കാരണം എന്താ? അവർക്ക് ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ല. ഒരു ഇലക്ഷനിൽ ജയിക്കണമെങ്കിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി, ഇൻഫ്രാസ്ട്രക്ചർ CPM നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അതിര് കിടക്കുന്നു. CPMന്റെ വോട്ട് ബാങ്ക് സംഘപരിവാറിലേക്ക് പോകുന്നു. അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ CPM എന്താ പറയുക, ചെങ്കൊടി ഒരു ഘട്ടം കഴിഞ്ഞാൽ കാവിക്കൊടിയായി മാറുന്നതാണ് കാണുന്നത്. മനസ്സിലായില്ലേ? ചുവപ്പ് നരച്ചാൽ കാവിയാകും എന്ന് പറയുന്നതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളെ ആശങ്കപ്പെടുന്നത്, കേരളത്തിലെ പൊതുസമൂഹത്തെ ആശങ്കപ്പെടുന്നുണ്ട്. അവർക്ക് മാത്രമേ ആശങ്കയില്ലാത്തുള്ളൂ. ധർമ്മടത്ത് നിങ്ങൾ ആലോചിക്കണം, ധർമ്മടത്ത് 6 റൗണ്ട് പിന്നിട്ടുന്ന ഒരു മാന്യം പറയാണ് ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. സ്വന്തം നാട്ടുകാർക്ക് പോലും വിശ്വാസമില്ല. മുക്കിയും മൂളിയും ജയിച്ചിട്ട് ഇനി നാണമില്ലാതെ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. ധാർമ്മികമായി പ്രതിപക്ഷത്തിരിക്കാൻ നേതാവിട്ടിരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം അതിന് മാറി നിൽക്കുകയെന്ന് വേണ്ടിയിരുന്നു. പക്ഷേ CPMന്റെ അവസാനം കണ്ടിട്ടേ അതേ തന്നെ നിശ്ചയിച്ചുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ നമുക്ക് മനസ്സിലായി. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു തോറ്റു എന്ന് സമ്മതിക്കുന്നില്ല, ജനങ്ങളാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കരുതി വെച്ചിരിക്കുന്നതെല്ലാം ഈ ചർച്ചയിൽ അവസരോചിതമല്ലാതെ തന്നെ കൊണ്ടുവന്നത് മുഴുവൻ ഞാൻ പറഞ്ഞു പോകും എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ തോറ്റിട്ടില്ല എന്നോ ഈ പറഞ്ഞ ആരോപണം എന്തെങ്കിലും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നോ? ചോദിച്ചാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇങ്ങനെയല്ലല്ലോ ഇടപെടാറ്. ആ ചോദ്യം ചോദിച്ചു, ഉത്തരം ഈ പറയാതെ തെന്നി മാറി. CPMനെ കുറെ ആക്രമിച്ചു, ഇടതുപക്ഷത്തിനെ കുറെ ആക്രമിച്ചു. താങ്കൾക്ക് സന്തോഷമായി, ഒരു ഉപചോദ്യമില്ല. പക്ഷെ CPMന്റെ പ്രതിനിധിയോട് താങ്കൾ ഇങ്ങനെയല്ലല്ലോ. 10ഉം 20ഉം ഉപചോദ്യം ചോദിച്ച ചോദ്യങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കതിൽ പരാതിയൊന്നുമില്ല. ഞങ്ങൾ ഈ എനിക്ക് നിങ്ങളുടെ പുളിച്ച വിറ്റൊന്നും കേൾക്കണ്ട. അല്ല സന്ദീപേ, അത് കൈവശം വച്ചാൽ മതി.
ഞാൻ എന്റെ സംസ്കാരത്തിനും എന്റെ രീതിക്കും അനുസരിച്ച് താങ്കൾ പല പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല. അതെ, താങ്കൾ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. ഒറ്റ മിനിറ്റ്, താങ്കൾ പിടിച്ച കാവിക്കൊടി അങ്ങ് മങ്ങിയപ്പോ ഏത് കൊടിയാർക്കറിയാം, കേരളത്തിലെ ജനതയ്ക്കും അറിയാം. അതുകൊണ്ട് അല്ല, ഏത് കാടിൽ ഇരുന്നാലും താങ്കൾ പിടിച്ച കാവിക്കൊടി നിറം മാറിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ അധികം ഞാൻ കൃത്യമായിട്ട് പറയാ. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വരട്ടാനും ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി എല്ലാം അങ്ങ് പോയി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുവാണെങ്കിൽ അങ്ങ് മുദ്ര കുത്തിക്കോ. ഇതിലും വലിയ തോൽവി ഞങ്ങൾ തോറ്റിട്ടുണ്ട്. 1977 വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ഇപ്പൊ 35 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് CPM അങ്ങ് മിണ്ടാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അതങ്ങ് മടക്കി 4 മടക്കി പോക്കറ്റിൽ വെച്ചോ. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, അഭിപ്രായം പറയും, കൃത്യമായിട്ട് ഉയർന്നു വരുന്ന ഓരോ വിഷയത്തിലും അന്തസ്സോടെ നിലപാട് പറയും. ഒറ്റ മിനിറ്റ്, 3 തവണ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഏത് ഒന്നുമില്ലാത്ത ഖജനാവ് 6300 കോടി രൂപ ഈ ഖജനാവിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഏപ്രിൽ കുടക്കേണ്ട മുഴുവൻ ചുമതലയും നിർവഹിച്ച് പെൻഷനും അതുപോലെ കുടിശ്ശികയും മറ്റെല്ലാം കൊടുത്ത് 6300 രൂപ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഖജനാവിലുണ്ട്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ? അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. അല്ല, നിങ്ങൾ ഇടപെടല്ലേ? ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോയേക്കാം. മാന്യമായി സമയം തന്നെ. ഇത്രയും നുണയും ആക്ഷേപവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോൾ സംഗീതം പോലെ കേട്ടിരുന്നു താങ്കൾ. ഒരക്ഷരം താങ്കൾ ഇടപെട്ടിട്ടില്ല. വീണ്ടും പറയാൻ അവസരം ചോദിച്ചപ്പോൾ 3 തവണ അവസരം കൊടുത്തു. ഒന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് പോയേക്കാം. വൈറ്റ് പേപ്പർ വരട്ടെ. ഒറ്റ മിനിറ്റ്, വൈറ്റ് പേപ്പറോ വരട്ടെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഞങ്ങൾ അങ്ങനെ ചെയ്യരുത്. അദ്ദേഹം അങ്ങ് സംസ്ഥാന സമിതി ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് ഒരുപാട് തവണ ഇടപെടുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ന്യായമാണ്, ജനാധിപത്യപരമാണ്. ഇനി ഇടപെടരുത് പ്ലീസ്. മര്യാദകേടെ അതിന്റെ പേര് നിയുക്ത MLA എന്നാക്കരുത്. ഒരു ഘട്ടത്തിൽ പോലും താങ്കൾ ഇത്ര നുണയും പരസ്പര വിരുദ്ധമായ ആക്ഷേപം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഇവിടെ ധവളപത്രമോ ഏത് പത്രമോ വന്നിട്ട് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസേവന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഒന്ന് നിർത്തലാക്കണം. അതിന് ബുദ്ധിമുട്ടാണ്, പണമില്ല എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് 6300 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ കിടക്കുമ്പോൾ ഇന്നും കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ ഇത്ര കോടി രൂപയുണ്ട്. ഇല്ല എന്ന് നിഷേധിച്ചോ? പുതിയ ധനകാര്യമന്ത്രി നിഷേധിച്ചോ? മുഖ്യമന്ത്രി നിഷേധിച്ചോ? ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത് ഉത്തരം പറ. അപ്പോ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് ധനകാര്യ സ്ഥിതി മോശമാണ് എന്നതുകൊണ്ട് വരുത്തണം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ അത് അവസാനിപ്പിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തണം. അതിനുവേണ്ടി ധവളപത്രം ഏത് പത്രം കണ്ടെത്താൻ നോക്കുന്നു. ഇപ്പോഴും പറയുന്നു ഖജനാവിൽ നിറച്ചു പൈസയുണ്ട്, 6300 കോടി രൂപ, എല്ലാ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് നിങ്ങൾ ഭരിച്ചു മുടിച്ച നിന്നെ സമ്മതിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് തുടരും. ഞങ്ങൾ ഒരു അനാവശ്യ സമരത്തിനും പോകില്ല, ഒരു കോടതിയിലും ഞങ്ങൾ പോകില്ല, ഒരു വികസന പ്രവർത്തനത്തിനും എതിരായിട്ട് ഞങ്ങൾ പോകില്ല. രാഷ്ട്രീയ വിഷയം ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടും. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ ചോദിച്ച ചോദ്യത്തിന് കോൺഗ്രസുകാർ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞില്ലല്ലോ. ഏത് ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്? അതുപോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 21,000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 21,000 രൂപയും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് സമരപന്തലിൽ പോയി പറഞ്ഞിരുന്നു. നന്നായിട്ട് അറിയായിരുന്നു ഈ ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. 21,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടും നിരവധി 8 ആവശ്യങ്ങൾ ഇൻ അഡീഷൻ ടു 8 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരപന്തലിൽ ചെന്ന് 2026 UDF അധികാരത്തിൽ വരുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിന് തീരുമാനമാക്കുമെന്ന് പറയുമ്പോൾ 21,000 അല്ല ഗഡുക്കളായി വർദ്ധിപ്പിക്കുമാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ താങ്കൾ പറഞ്ഞ് താങ്കൾ സാധൂകരിച്ചോ? അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ക്യാബിനറ്റ് അത് തീരുമാനിക്കും. ആ വീഡിയോയുടെ പുറത്ത് ആശാ വർക്കർമാർക്ക് 21,000 രൂപ അനുവദിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ പാർട്ടിയുടെ സൈബർ വിഭാഗം എഴുതി വെച്ചതാണ്, VD സതീശൻ പറഞ്ഞതല്ല. 21,000 രൂപയായി വർദ്ധിപ്പിക്കും എന്ന കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. അങ്ങനെ അല്ല എങ്കിൽ വരും ദിവസങ്ങളിലാണെങ്കിലും ആ ചോദ്യം ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. 21,000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ പറഞ്ഞത് അങ്ങാണ് എനിക്ക് അയച്ചു തന്നത്. പറഞ്ഞത് അയച്ചു തരാനുള്ള ബാധ്യത അങ്ങയുടേതാണ്. വർധനവ് ഉണ്ടാകും എന്ന് പറഞ്ഞത് താങ്കൾ ഒരു വാചകം കാണിക്ക്. വർധനവ് എന്നല്ല,
നിങ്ങളുടെ ആവശ്യം പരിഗണിക്കും, നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്നാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്ന് പരിഗണിച്ചില്ലേ? എല്ലാ പരിഗണിച്ചില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരുന്നില്ലേ? അത് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? ഏറ്റവും അവസാനവും 2000 രൂപയിലേക്കല്ലേ അത് കൊണ്ടുവന്നെത്തിച്ചത്? അല്ലാതെ ആദ്യ മന്ത്രിസഭ കൂടിയപ്പോൾ അത് കൂടുകയാണോ ചെയ്തത്? സർക്കാരിന് ഒരു ചട്ടപ്പടിയില്ലേ? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ചട്ടപ്പടി ഉണ്ടെന്ന് അംഗീകരിച്ചാൽ മതി. ഞങ്ങൾക്ക് അല്ല, നിങ്ങളാണല്ലോ അംഗീകരിക്കാത്തത്. നിങ്ങൾ 2500 രൂപ 2500 രണ്ടാം പിണറായി സർക്കാർ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ അംഗീകരിച്ചു കൊടുത്തോ? 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തോ? അങ്ങനെയാണോ പദ്ധതികൾ ആവിഷ്കരിക്കുക? ഇതിൽ തന്നെ 21,000 രൂപ ആദ്യ ക്യാബിനറ്റിൽ അനുവദിക്കുമെന്ന് പറഞ്ഞല്ലേ അങ്ങനെ എനിക്ക് അയച്ചു തന്നത്? അതിന് മുകളിൽ പച്ച മലയാളത്തിൽ നിങ്ങളുടെ സൈബർ സഖാക്കൾ എഴുതി വെച്ചല്ലേ 21,000 രൂപ എന്ന് വി.ഡി. സതീശൻ പറയുന്നതുണ്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 21,000 രൂപ അടക്കം പെൻഷൻ പറ്റുമ്പോൾ 5 ലക്ഷം അടക്കം മറ്റ് തൊഴിലാളിയായി ജീവനക്കാരായി അംഗീകരിക്കുന്ന അടക്കം നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്ന് പ്രസംഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്യും. ഇവിടെ ഒരു വൈറ്റ് വാഷുമില്ല. നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു മാധ്യമങ്ങൾ വൈറ്റ് വാഷ് ചെയ്യുന്ന, മറ്റുള്ളവർ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു വൈറ്റ് വാഷ് ചെയ്യുന്ന. ആ നിലയ്ക്ക് അധിക്ഷേപിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങൊരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവ് അങ്ങാണ് പറയേണ്ടത്. വി.ഡി. എന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ക്യാബിനറ്റിൽ ആ കാര്യം പരിഗണിക്കുമെന്ന് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് പരിഗണിച്ചിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ എന്റെ തിരിച്ചു ചോദ്യം ഇതാണ്: 2500 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വർദ്ധിപ്പിച്ചോ? ഇനി അഥവാ 2000 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ അത് ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് വർദ്ധിപ്പിച്ചത്, അല്ല ഘട്ടം ഘട്ടമായാണ് വർദ്ധിപ്പിച്ചത്. കലക്കി കളഞ്ഞു.